പാടിയല്ല ഷാജി. ഏറ്റവും ഒടുവിൽ അങ്ങയിലേക്ക് എത്തുമ്പോൾ ഇത് സി പി എമ്മിന്റെ ഈ പാർട്ടി കോൺഗ്രസോടുകൂടി ഇത് അപ്രസക്തമാകുന്ന ഒരു ഘട്ടത്തിലേക്കാണോ എത്തുന്നത്? പാവം അണികളോട് CPM എന്ത് പറയും? വളരെ ചുരുക്കി. അല്ല, ഇത് CPM അതിന്റെ ആസന്ന ഭരണത്തിലേക്ക് കടന്നിട്ട് കാലം കുറയായി. ബംഗാളിൽ അത് പൂർണ്ണമായും നഷ്ടമായിരിക്കുന്നു, ത്രിപുരയിൽ അത് നഷ്ടപ്പെട്ടിരിക്കുന്നു, കേരളത്തിൽ നഷ്ടപ്പെടും. ഈ നഷ്ടപ്പെടുന്ന ഒരു ചിത്രത്തിനകത്ത് നിന്ന് രക്ഷ നേടാനുണ്ടായിരിക്കുന്ന ഏക മാർഗം എന്താന്ന് പറഞ്ഞാൽ അവിടെയാണ് ഈ ഭൂരിപക്ഷ ഹിന്ദു വോട്ടിനെ അവർ പിടിക്കാൻ ശ്രമിക്കുന്ന ഒരു പൊളിറ്റിക്സ് ഉണ്ടാവുന്നത്. അതാണ് അതിനകത്ത് വരുന്ന ഏക ചിത്രം. ആ ചിത്രത്തിനകത്ത് ഇവിടെ അയാൾ ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, ഈ കേരളത്തിലെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞാൽ അതുവഴി സെൻട്രൽ ഗവൺമെന്റിന്റെ പ്രീതി വാങ്ങുകയാണ്. ആ പ്രീതി വാങ്ങുന്നതിലൂടെ അറസ്റ്റ് ചെയ്യപ്പെടാതിരിക്കുകയും ജയിലിൽ പോകാതിരിക്കുകയാണ് ഒരു വഴിയെ ഒരു വലിയ പാരമ്പര്യവും പൈതൃകമുള്ള ഒരു പാർട്ടിയെ അയാൾ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് അയാൾ ചരിത്രം ചെയ്തിരിക്കുന്ന ഏറ്റവും വലിയ തമ്മാടിത്തമതാണ്. ഈ മഹാതമ്മാടിത്തത്തെ ഞാൻ വളരെ വിഷമത്തോടെ ഞാൻ പറയാണ്. 964 പാർട്ടി ഉണ്ടാകുമ്പോൾ എത്ര അറിയേണ്ട ഒരു വിഷയം എന്താണ്? ഒരു പായയിൽ കിടന്ന് ഒരു പാത്രത്തിലിരുന്ന് ഭക്ഷണം കഴിച്ചിരിക്കുന്ന ആളുകളാണ് പിറ്റേ ദിവസം എന്താകുക എന്ന് പറഞ്ഞാൽ അവൻ വർഗവഞ്ചകനാവുകയാണ്, അവൻ റിവിഷനിസ്റ്റ് ആവുകയാണ്, അവൻ സെക്ടേറിയൻ ആവുകയാണ്. ഇത് ഈ 3 പ്രയോഗങ്ങൾ എന്ന് പറയുന്നത് മാർക്സിസ്റ്റ് പദാവലിക്കകത്തെ ഏറ്റവും ഗുരുതരമായിരിക്കുന്ന വാക്കുകളാണിത്. ഈ വാക്കുകൾ ഉപയോഗിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമാണ് ആളുകൾ പരസ്പരം തലതല്ലിക്കൽ കൊല്ലുന്ന ഒരു അവസ്ഥ വരികയാണ്. ഏത് വിഷയത്തിന്റെ മേലെയാണ്? ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഗവൺമെന്റ്, ഇന്ത്യയിൽ ഭരിക്കുന്ന ഭരണവർഗം ഏത് ഭരണവർഗമാണ് എന്നുള്ളതാണ്. ഈ ഭരണവർഗത്തിന്റെ മേലെയാണ് പീപ്പിൾസ് ഡെമോക്രാറ്റിക് റവല്യൂഷനും നാഷണൽ ഡെമോക്രാറ്റിക് റവല്യൂഷനും ഉണ്ടായത്. 960 വീണ്ടും പടരുമ്പോൾ എന്തായി തീരുകയാണെന്നറിയോ? അത് നക്സലൈറ്റ് മൂവ്മെന്റ് ഉണ്ടാവുകയാണ്. അത് പുത്തൻ ജനാധിപത്യ വിപ്ലവമാണത്, മാവോവിന്റെ. അപ്പൊ ഇങ്ങനെ വരുന്ന സമയത്ത് ഇതിനകത്ത് കിടക്കുന്ന വളരെ തീക്ഷ്ണവും തീവ്രവുമായിരിക്കുന്ന സൈദ്ധാന്തികമായിരിക്കുന്ന ചർച്ചകളാണ്. ഈ ചർച്ചകൾ മുഴുവൻ നടത്തിയ വാസൽ ആർക്ക് വേണ്ടിയാണ്? ഒരു മിനിറ്റ് നടത്തിയത് ആർക്ക് വേണ്ടിയാണ്? ആർക്ക് വേണ്ടിയാണ്? ഫോർ ദ വെൽഫെയർ ഓഫ് ദ പീപ്പിൾ ആണ്. ജനങ്ങളെ രക്ഷിക്കുക എന്ന ഉത്തരവാദിത്തബോധമാണ്. പക്ഷേ സംഭവിച്ചത് വാസൽ എന്തായിരുന്നു? സംഭവിച്ചത് മുഴുവൻ തന്നെ തലതല്ലി കീറി മുടിയുന്ന ആത്മനാശത്തിലേക്കാണ് എത്തിയത്. ഈ ആത്മഹത്യക്ക് എത്താനുണ്ടായിരിക്കുന്ന കാരണം എന്ത് എന്നുള്ളതിന്റെ അന്വേഷണമാണ് നടത്തേണ്ടത്. ആ അന്വേഷണം നടത്താതിരിക്കുന്ന ഒരു വലിയ ഒരു ചരിത്രപരമായിരിക്കുന്ന ഒരു ഘട്ടത്തിലെത്തി നിൽക്കുമ്പോൾ ഒരു സാമാന്യം തെറ്റില്ലാതെ ബലമുണ്ട് എന്ന് പറയുന്ന സംസ്ഥാനത്തിൽ ഒരു പാർട്ടി എന്ത് ചെയ്യാണ്? ആ പാർട്ടി അപ്പൊ തന്നെ അതിന് വഴിമാറുകയാണ് ചെയ്തത്. ഈ വഴിമാറുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് എന്താ? അതാണ് ഞാൻ നേരത്തെ അതിലൂടെ പറഞ്ഞത്. ഇതിന്റെ അർത്ഥം എന്താണെന്നറിയോ? ഞങ്ങൾ ആയുധം വെച്ച് കീഴടങ്ങിയിരിക്കുന്നു എന്നാണ്. ഞങ്ങൾ ആയുധം വെച്ച് സറണ്ടർ ചെയ്തിരിക്കുന്നു. ഈ സറണ്ടറിങ് എന്തിനു വേണ്ടി? ആർക്കു വേണ്ടി? ഏത് പാർട്ടി നിലപാടിന് വേണ്ടി? ഇതാണ് ഞാൻ ഉയർത്തുന്ന വിഷയം. ആവശ്യമായതുകൊണ്ട് തന്നെ CPM കീഴടങ്ങുന്നത് എന്തിനു വേണ്ടിയാണ്? ആരുടെ നിക്ഷിപ്ത താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് എന്നതായിരിക്കും വരും ദിവസങ്ങളിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്.